മറ്റൊരു കാര്യം കൂടിയുണ്ട്. തീരുവയുടെ കാര്യത്തിലും സംശയമുണ്ട്. കാരണം 18% എന്ന് പറയുന്നത് അത്ര കുറഞ്ഞ ഒരു തീരുവയാണോ എന്ന കാര്യത്തിൽ സംശയം നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ 0. അതിലും ഒരു അവ്യക്തത നിലനിൽക്കുകയാണ്. അങ്ങനെയാണോ എന്നുള്ള കാര്യം MS വേണുഗോപാൽ. ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ എഗ്രിമെൻ്റ് മുന്നോട്ട് വന്നിരിക്കുന്നത് ട്രംപ് തന്നെയാണ്. ഇപ്പോൾ ട്രംപ് ഇതിന് മുന്നോട്ട് വരാനുള്ള പ്രധാന കാരണം എന്താണ്? നമ്മൾ UK-യുമായിട്ട് ആദ്യം ഒരു ട്രേഡ് എഗ്രിമെൻറ്റ് നടത്തി. അന്ന് എല്ലാവരും പറഞ്ഞു, പ്രത്യേകിച്ച് പ്രതിപക്ഷം പറഞ്ഞു, യൂറോപ്പുമായിട്ടൊരു എഗ്രിമെൻറ്റ് നടന്നില്ലല്ലോ. ഈ UK എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യം, യൂറോപ്പ് മുഴുവൻ കിടക്കുകയല്ലേ, നമ്മുടെ മാർക്കറ്റ് എവിടെ പോയി, അത് നമുക്ക് പിടിക്കാൻ പറ്റുമോ? ഇപ്പോൾ നമ്മൾ യൂറോപ്യൻ യൂണിയനുമായിട്ടും എഗ്രിമെൻറ്റ് നടത്തി. അപ്പോൾ 28 അവിടുത്തെ രാജ്യങ്ങൾ പ്ലസ് UK ആയപ്പോൾ 29 രാജ്യങ്ങളുമായിട്ട് യൂറോപ്പ് മൊത്തം നമ്മൾ കീഴടക്കി ഈ ട്രേഡിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനുമായിട്ട് നടത്തിയ എഗ്രിമെൻറ്റിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റായിട്ട് ട്രംപ് വെകിളി പിടിച്ച് പ്രസ്താവിച്ച ഒരു സാധനമാണ് US ഇന്ത്യ കരാർ. അതിൽ ഈ താരിഫ് റിഡക്ഷൻ എന്ന് പറയുന്നതും അതുതന്നെയാണ്. ഇതിൽ ഇനി നെഗോസിയേഷൻ നടക്കാനിരിക്കുന്നേ ഉള്ളൂ. 12% താഴ്ന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല അല്ലേ? തീർച്ചയായിട്ടും ഇത് 15% മിനിമം വന്നിരിക്കും. 12 വന്നില്ലെങ്കിൽ ഒരു 15% വരുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. നമ്മുടെ സെർജിയോ ഗോർ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സ്ഥാനപതി ഇപ്പോൾ അവിടെ പോയിട്ടുണ്ട്. 26 അദ്ദേഹം എത്തിയതേ ഉള്ളൂ, ജനുവരിയിൽ. അപ്പോൾ അദ്ദേഹം സ്ഥാനമെടുത്ത് ഉടനെ തന്നെ വാഷിങ്ടണുമായിട്ട് ചർച്ച നടത്തുന്നത് ഇത്തരം കാര്യങ്ങളാണ്. ഞങ്ങൾക്കിത് പോരാ, ഞങ്ങൾക്ക് ജപ്പാൻ നിങ്ങൾ ജപ്പാന് കൊടുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ കൊറിയയ്ക്ക് കൊടുക്കുന്നത് പോലെയൊക്കെ ഉള്ള 15% അല്ലെങ്കിൽ 10% ഇതിനിടയ്ക്കുള്ള ഒരു റേറ്റിലേക്ക് ഞങ്ങൾക്ക് വരാൻ കഴിയണം എന്ന് പറയാൻ നമുക്ക് ശക്തി കിട്ടിയതുകൊണ്ടാണ്. യൂറോപ്യൻ യൂണിയൻ്റെ എഗ്രിമെൻറ്റുമായിട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പം നമുക്കിനി US മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. ഇപ്പോൾ നമുക്കിപ്പോൾ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിൽ വേണമെങ്കിൽ നമുക്ക് പോകാം, ആഫ്രിക്കൻ കൺട്രീസിൽ ട്രേഡ് നടത്താം, റഷ്യയുമായിട്ട് നടത്താം, ചൈനയുമായിട്ട് നടത്താം, അമേരിക്ക ജനറലായിട്ടുള്ള മറ്റ് മുഴുവൻ രാജ്യങ്ങളുമായിട്ട് നമുക്ക് ട്രേഡ് നടത്താവുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അമേരിക്ക മാത്രമാണ് ഈ വലിയ ടാരിഫും കൊണ്ടിരിക്കുന്നത്. ട്രംപിന് മനസ്സിലായത് ഭൂലോക മണ്ടത്തരമാണെന്ന്. ഉടൻ തന്നെ അദ്ദേഹം ടാരിഫും കുറച്ചു. ടാരിഫ് കുറച്ചപ്പം അദ്ദേഹത്തിന് ക്ഷീണം വരില്ലേ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു $5,000 ബില്യൺ ഇടപാട് നടത്തിയാലേ പറ്റുള്ളൂ, അത് നടത്തണം. പിന്നെ അദ്ദേഹം സ്ഥിരം പറയുന്ന അങ്ങനെ പറയുമ്പോൾ അതിൽ കാർഷിക മേഖല ഉൾപ്പെടും, അമേരിക്കയിലെ കാർഷിക ഉൽപ്പന്നങ്ങളും ഉൾപ്പെടും. അതുൾപ്പെടെയാണ് ട്രംപിന്റെ അവകാശം. അവിടെ ട്രംപ് പറയുന്നത് ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടലൊടിക്കും. അല്ല, ഞാൻ ചോദിക്കട്ടെ, അവിടെ ട്രംപ് പറയുന്ന പോലെ ഇവിടെ നരേന്ദ്രമോദിയും പീയൂഷ് ഗോയലും പറയല്ലേ ഞങ്ങൾ ചെയ്യൂലെന്ന്. അപ്പോൾ അമേരിക്കയിൽ ഇതിനത്ര ഇതുപോലെ തന്നെ അവിടെ സേനാപതി വേണുമാരെ ഒത്തിരി പേരുണ്ട്, അവരും കിടന്ന് വളം വയ്ക്കൂലേ. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു നമ്മൾ എഗ്രിമെൻറ്റിലെത്തിയ ഒരു കരാറിനെ കുറിച്ച് എന്താ LOPക്ക് സംസാരിക്കാനില്ലാത്ത? രാഹുൽ ഗാന്ധിക്ക് യൂറോപ്യൻ യൂണിയൻ്റെ കരാർ നമ്മൾ ഒപ്പിട്ട് കഴിഞ്ഞില്ലേ? അതിന് മുമ്പ് ഭയങ്കര ബഹളമായിരുന്നല്ലോ, അത് വന്നാൽ നമ്മുടെ കർഷകരെല്ലാം തെണ്ടി പോകുമെന്ന് പറഞ്ഞ്. ഇപ്പോൾ അത് ഒപ്പിട്ട കരാറിനെ കുറിച്ച് ചർച്ചയില്ല. അപ്പോൾ ഒപ്പിടാത്ത കരാറിനെ കുറിച്ച് നരവണയുടെ ജനറൽ നരവണയുടെ പ്രസിദ്ധീകരിക്കാത്ത ബുക്കിനെ കുറിച്ച് ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിഷയങ്ങൾ. അപ്പോൾ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് നരേന്ദ്രമോദിയേക്കാൾ വലിയ ദേശസ്നേഹിയും രാജ്യരക്ഷകനും താനാണെന്ന് വരുത്തണം എന്നുള്ളതിനാണ് ഈ വെപ്രാളം മുഴുവൻ കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു പ്രതിപക്ഷ നേതാവ് കാണിക്കേണ്ട രീതിയിലാണോ അദ്ദേഹം ഇന്ന് പാർലമെൻറ്റിൽ കാണിച്ചതെന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. അദ്ദേഹം തന്നെ പല അമേരിക്ക കരാറിനേക്കാൾ കൂടുതൽ നരവണയുടെ പുസ്തകത്തെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ. അല്ല, അദ്ദേഹം സമരം ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോൾ എനിക്കറിയണം US ട്രേഡ് എന്താണ്, നമ്മുടെ കർഷകരെ ബുദ്ധിമുട്ടിക്കുമോ, അതുകൊണ്ട് ഞാനിതാ ഇറങ്ങി പാർലമെൻറ്റിലെ ഫ്ലോറിലേക്ക് ഇറങ്ങുന്നു അല്ലെങ്കിൽ കുറ്റം പറയുന്നു എന്നല്ലേ പറയണ്ടേ? അതിന് പകരം അദ്ദേഹം എന്താ നരവണയുടെ ബുക്കിനെ കുറിച്ചാണ് പറയുന്നത്. അത് എന്ന് നടന്ന സംഭവമാണ്. അതിൽ അദ്ദേഹം ജനറൽ നരവണ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ 1 ഇഞ്ച് ഭൂമി പോലും നഷ്ടപ്പെട്ടില്ല എന്ന് അദ്ദേഹം തൊപ്പി വെച്ചുകൊണ്ടിരുന്നവൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ പബ്ലിഷർ പലതും എഴുതും. കാരണം ഈ ബുക്ക് വിൽക്കണമെങ്കിൽ ഇതേ പറ്റുള്ളൂ. ഇപ്പോൾ ആ ബുക്കിന് നല്ല പബ്ലിഷ് ചെയ്താൽ നല്ല ഹോട്ട് കേക്കാണ്, നല്ലപോലെ വിൽക്കും. അതിനുവേണ്ടി പബ്ലിഷർമാർ പലതും പറയും. ഇതുപോലെയല്ലേ എന്നോ മൊത്തമായി നെഹ്റുവിൻ്റെ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതിയിരുന്നേ, ആ പുസ്തകത്തിൽ എഴുതിയിരുന്നത്. അതുപോലെ ഇതൊക്കെ കാലാകാലങ്ങളിൽ ഓരോ ബുക്ക് പബ്ലിഷ് ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.